ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDC എക്സാമിനോടനുബന്ധിച്ചുള്ള എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകളുടെ പാർട്ട് 5 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 4 മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2011 നടന്ന കാസർഗോഡ് LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ട കേരള നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? ശരിയുത്തരം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ഇതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളായി പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല നാമം നാണു ആശാൻ എന്നായിരുന്നു. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികളാണ്. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികളാണ്. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബരായൻ എന്നായിരുന്നു. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബരായൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നതും ചട്ടമ്പി സ്വാമികളാണ്. പുലയരാജ എന്നറിയപ്പെട്ടത് അയ്യങ്കാളിയാണ്. പുലയരാജ എന്ന് അയ്യങ്കാളിയെ വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. VK ഗുരുക്കൾ, ബാലഗുരു എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദനാണ്. VK ഗുരുക്കളെന്നും ബാലഗുരു എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആരാണ്? വാഗ്ഭടാനന്ദൻ. ആഗമാനന്ദസ്വാമിയുടെ കുട്ടിക്കാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നാണ്. ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ നാമം ആനന്ദശേണായി എന്നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദൻകുട്ടി എന്ന പേരിലായിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ എന്നായിരുന്നു. കവിതിലകൻ എന്നും കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നും അറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കവിതിലകൻ എന്നും കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കുമാരഗുരുദേവൻ, പുലേൻ മത്തായി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. കുമാരഗുരുദേവൻ, പുലേൻ മത്തായി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാൻ. ഡോക്ടർ പൽപ്പുവിൻ്റെ കുട്ടിക്കാലത്തെ പേര് കുട്ടിയപ്പി എന്നായിരുന്നു. ഡോക്ടർ പൽപ്പുവിൻ്റെ കുട്ടിക്കാലത്തെ പേരാണ് കുട്ടിയപ്പി. പുലേൻ അയ്യപ്പൻ എന്നും അയ്യപ്പൻ മാസ്റ്റർ എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആയിരുന്നു. കേരളൻ എന്ന തൂലികാനാമത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെട്ടിരുന്നത് മന്നത്തു പത്മനാഭനാണ്. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ, ഭാരതകേസരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? മന്നത്ത് പത്മനാഭൻ. കുമാരനാശാൻ്റെ കുട്ടിക്കാലത്തെ പേര് കുമാരു എന്നായിരുന്നു. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്നത് AK ഗോപാലൻ ആയിരുന്നു. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്നത് AK ഗോപാലൻ. 26/5/2012 നടന്ന KSRTC കണ്ടക്ടർ പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു റൂർക്കേല ഇരുമ്പുരുക്ക് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന്. ശരിയുത്തരം ഒഡീഷയായിരുന്നു. റൂർക്കേല ഇരുമ്പുരുക്ക് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഇതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് ഒഡീഷയിൽ റൂർക്കേല ഇരുമ്പുരുക്കുശാല നിർമ്മിച്ചത്. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഒഡീഷയിൽ റൂർക്കേല ഇരുമ്പുരുക്കുശാല നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ജർമ്മനിയുടെ സഹായത്തോടെയാണ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ജാർഖണ്ഡിൽ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചത്. ഭിലായി ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ്.
ഇത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭിലായി ഉരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിലാണ്, റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാല പശ്ചിമ ബംഗാളിലാണ്, ഇത് ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാല പശ്ചിമ ബംഗാളിലാണ്, ഇത് ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 9/6/2012 റിസർവ് കണ്ടക്ടർ ചോദ്യപേപ്പറിലെ ഒരു ചോദ്യമായിരുന്നു ഒന്നാം തറയുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു എന്ന്. ശരിയുത്തരം മുഹമ്മദ് ഘോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു. AD 1191 ഒന്നാം തറയുദ്ധം നടന്നത്. ഒന്നാം തറയുദ്ധത്തിൽ മുഹമ്മദ് ഘോറിയെ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുത്തി. അനുബന്ധമായി ഇന്ത്യയിലെ പ്രധാന യുദ്ധങ്ങൾ വായിക്കാം. ഹൈഡസ് പാസ് യുദ്ധം നടന്നത് BC 326 കലിംഗ യുദ്ധം നടന്നത് BC 261 രണ്ടാം തറ യുദ്ധം നടന്നത് AD 1192 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് AD 1526. രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്നത് AD 1556. മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് AD 1761. ചൗസ യുദ്ധം നടന്നത് AD 1539. കനൗജ് യുദ്ധം നടന്നത് AD 1540. തളിക്കോട്ട യുദ്ധം നടന്നത് AD 1565. ബക്സാർ യുദ്ധം നടന്നത് AD 1764. പ്ലാസി യുദ്ധം നടന്നത് AD 1757. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. 9/11/2013 നടന്ന തിരുവനന്തപുരം LD ക്ലർക്ക് ചോദ്യപേപ്പറിലെ ഒരു ചോദ്യമായിരുന്നു ബംഗ്ലാദേശിൻ്റെ കായിക വിനോദം ഏതെന്ന്. ശരിയുത്തരം കബഡിയാണ്. ബംഗ്ലാദേശിൻ്റെ കായിക വിനോദം കബഡിയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളാണ്. അമേരിക്കയുടെ ദേശീയ കായിക വിനോദം ബേസ്ബോളാണ്. അമേരിക്കയുടെ ദേശീയ കായിക വിനോദം ബേസ്ബോൾ. ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റാണ്. ഇന്തോനേഷ്യയുടെ ബാഡ്മിൻ്റനാണ്. ഇന്തോനേഷ്യയുടെ ദേശീയ കായിക വിനോദം ബാഡ്മിൻ്റനാണ്. ഇംഗ്ലണ്ടിൻ്റെ ദേശീയ കായിക വിനോദങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളുമാണ്. ഇന്ത്യയുടെ കായിക വിനോദം ഹോക്കിയാണ്. കൂടാതെ പാകിസ്ഥാൻ്റെയും ദേശീയ കായിക വിനോദം ഹോക്കി തന്നെയാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. കാനഡയുടെ ദേശീയ കായിക വിനോദം ഐസ് ഹോക്കിയാണ്. കാനഡയുടെ ഐസ് ഹോക്കി. ചൈനയുടെ ദേശീയ കായിക വിനോദം ടേബിൾ ടെന്നീസാണ്. ചൈനയുടെ ദേശീയ കായിക വിനോദം ടേബിൾ ടെന്നീസാണ്. സ്പെയിനിൻ്റെ ദേശീയ കായിക വിനോദം കാളപ്പോരാണ്. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം വോളിബോളാണ്. ഭൂട്ടാൻ്റെ ദേശീയ കായിക വിനോദം അമ്പെയ്ത്താണ്. റഷ്യയുടെ ദേശീയ കായിക വിനോദം ചെസ്സാണ്. ബ്രസീലിൻ്റെ നിങ്ങൾക്കറിയാം ഏതാണ്? ഫുട്ബോളാണ്. ബ്രസീലിൻ്റെ ദേശീയ കായിക വിനോദം ഫുട്ബോളാണ്. ബംഗ്ലാദേശിൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കബഡിയാണ്. ഇറാൻ്റെ ദേശീയ കായിക വിനോദം ഗുസ്തിയാണ്. 2013 പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലം ഏതായിരുന്നു? ശരിയുത്തരം അഭയ്ഘട്ടാണ്. മൊറാർജി ദേശായിയുടെ സമാധി സ്ഥലം ചോദിച്ചാൽ ഏതാണ് ശരിയുത്തരം? അഭയ്ഘട്ട്. ഈ സമാധി സ്ഥലവുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകൾക്ക് കൂടുതൽ ചോദിച്ചു വരുന്നതും പ്രധാനപ്പെട്ടതുമായ ചോദ്യങ്ങളാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏതെന്ന്? രാജ്ഘട്ടാണ്. ന്യൂഡൽഹിയിലെ രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം വിജയ്ഘട്ടാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിജയ്ഘട്ട്. മൊറാർജി ദേശായിയുടെ അഭയ്ഘട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു. ചരൺ സിംഗിൻ്റെ സമാധി സ്ഥലം കിസാൻ ഘട്ടാണ്. ചരൺ സിംഗിൻ്റെ സമാധി സ്ഥലമാണ് കിസാൻ ഘട്ട്. ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലം നാരായൺ ഘട്ടാണ്. ഗുൽസാരിലാൽ നന്ദയുടെ സമാധി സ്ഥലമാണ് നാരായൺ ഘട്ട്. കിഷൻ ഗാന്ധിൻ്റെ സമാധി സ്ഥലം നിഗംബോധ് ഘട്ടാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ശാന്തിവനമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലമാണ് ശാന്തിവനം. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലവും ശക്തി സ്ഥലാണ്. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമാണ് ശക്തി സ്ഥൽ. ജഗ്ജീവൻ റാമിൻ്റെ സമാധി സ്ഥലം സമതാ സ്ഥലാണ്.
ജഗ്ജീവൻ റാമിൻ്റെ സമാധിസ്ഥലമാണ് സമതാ സ്ഥൽ. സെയിൽ സിംഗിൻ്റെ സമാധിസ്ഥലം ഏകതാ സ്ഥലാണ്. സെയിൽ സിംഗിൻ്റെ സമാധിസ്ഥലമാണ് ഏകതാ സ്ഥൽ. ശങ്കർ ദയാൽ ശർമ്മയുടെ സമാധിസ്ഥലമാണ് ഏകതാ സ്ഥൽ. അപ്പോൾ സെയിൽ സിംഗിൻ്റെയും ശങ്കർ ദയാൽ ശർമ്മയുടെയും ചന്ദ്രശേഖർ എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെയും സമാധിസ്ഥലം ഏകതാ സ്ഥൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം വീർഭൂമിയാണ്. രാജീവ് ഗാന്ധിയുടെ പ്രധാനപ്പെട്ടതാണ് വീർഭൂമി. BR അംബേദ്കറിൻ്റെ സമാധിസ്ഥലം ചോദിച്ചിട്ടുണ്ട്, ചൈത്ര ഭൂമിയാണ്. BR അംബേദ്കറിൻ്റെ സമാധിസ്ഥലം ഏതാണ്? ചൈത്ര ഭൂമി. KR നാരായണൻ്റെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കർമ്മഭൂമി. KR നാരായണൻ്റെ സമാധിസ്ഥലം കർമ്മഭൂമിയാണ്. ഇത് ഉദയഭൂമി എന്നും അറിയപ്പെടുന്നു. നരസിംഹറാവുവിൻ്റെ സമാധിസ്ഥലം ബുദ്ധപൂർണിമ പാർക്കാണ്. PV നരസിംഹറാവുവിൻ്റെ സമാധിസ്ഥലമാണ് ബുദ്ധപൂർണിമ പാർക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് APJ അബ്ദുൽ കലാമിൻ്റെ സമാധിസ്ഥലം. അത് രാമേശ്വരത്തെ പേയ്ക്കറുമ്പാണ്. APJ അബ്ദുൽ കലാമിൻ്റെ സമാധിസ്ഥലം രാമേശ്വരത്തെ പേയ്ക്കറുമ്പാണ്. ഖാദി ബോർഡ് LDC എക്സാം ഓറിയൻ്റൽ ക്ലാസ് പാർട്ട് 1-ൽ ഞാൻ എക്സാം ഓറിയൻ്റൽ ക്ലാസ്സുകളെക്കുറിച്ച് പറഞ്ഞതാണ്. ഇത് നമ്മൾ പരീക്ഷയുടെ തൊട്ട് മുമ്പ് നടത്തുന്ന ഒരു റിവ്യൂ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ സ്പീഡിൽ ഇത് വായിച്ചു പോകുന്നത്. ഖാദി ബോർഡ് LDC എക്സാമിന് നിങ്ങൾക്ക് പ്രയോജനപ്രദമാം വിധം കൂടുതൽ എക്സാം ഓറിയൻ്റൽ ക്ലാസ്സുമായി ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.